ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु के नाम की स्तुति हो। आज रात प्रभु के नाम की महिमा होने दो। ഷാർജയിലുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിനോട് അനുബന്ധിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और शारजा के इस कलीसिया के उपवास और प्रार्थना के दरमियान आप लोगों के बीच में एक अवसर मिला, इसलिए मैं परमेश्वर को धन्यवाद देता हूँ। വിശേഷാൽ ബ്ലെസൻ പാസ്റ്ററോടും കുടുംബത്തോടും അതോടെ പ്രത്യേകിച്ച് ഡോണ ചേച്ചിയോടൊക്കെ ചേർന്ന് ഇന്നായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ ദൈവമക്കൾക്കും ഒരുമിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. आज इस मीटिंग में आए हुए तमाम भाई बहनों को मसीह यीशु का स्नेह वंदन में देता हूँ। എന്റെ പേര് ബെൻസി എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അബിൻ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂരിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. और प्रभु के दासी का नाम बेंसी है और उनका हस्बैंड का नाम अबिन है। उनको दोनों को परमेश्वर ने एक बच्चा दिया है और केरला में कन्नूर करके एक जगह पर प्रभु की सेवकाई वो लोग मिलकर करते हैं। ഓർക്കുമ്പോഴൊക്കെ ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. और जब तक आप हमें याद करेंगे, हमारे लिए प्रार्थना करने के लिए मैं अनुरोध करती हूँ। ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പേ തന്നെ ദേവദാസൻ എന്നോട് ഇതിനെപ്പറ്റി അറിയിച്ചിരുന്നു. और इस मीटिंग के बारे में 1 महीना पहले ही प्रभु के दास ने मुझे बताया था। അന്നു മുതൽ എന്താണ് ഇന്ന് സംസാരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. और उस समय क्या बात करना है आज के दिन, तो मैं प्रार्थना कर रही थी। ദൈവം എന്റെ മനസ്സിൽ ഒരു ചിന്ത തന്ന ദൈവമക്കളോട് ചേർന്ന് ഇന്ന് രാത്രികാലം ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. मेरे अंदर परमेश्वर ने जो दिया हुआ बोझ को जो है प्रभु के लोगों के साथ मैं शेयर करना चाहती हूँ। അത് ഒരു പ്രത്യേക ജനതയെ കുറിച്ചാണ്. वो एक समूह के बारे में है, नहीं तो एक ग्रुप लोगों के बारे में है। എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പഴയ നിയമം നോക്കുമ്പോൾ പല പ്രാവശ്യം ഈ ഒരു കൂട്ടത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുക. അഭിസംബോധന എന്ന് പറഞ്ഞാൽ അവരെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. जब भी हम पुराने नियम को जब भी पढ़ते हैं, सीखते हैं, तो एक ग्रुप के लोगों को बार बार जो है मेंशन करता हुआ हम लोग देख सकते हैं। അവരുടെ പേര് സമ്മിശ്ര ജാതി അല്ലെങ്കിൽ മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡ് എന്ന. और उन लोगों को प्रभु का वचन में हम लोग देखते हैं कि मिला जुला हुआ लोग, मिले जुले हुए लोग, तो मिक्स्ड ग्रुप करके कहते हैं। നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. വിശേഷാൽ ബ്ലെസൻ പാസ്റ്റർ നന്നായി വചനം പഠിപ്പിക്കുന്ന ഒരു ദേവദാസനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഈ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. शायद आप लोग ऐसे मिक्स्ड लोगों के बारे में शायद आपने सुना होगा प्रभु के वचनों से। എങ്കിലും ഈ രാത്രികാലം ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ആലോചന ഇതാണ്, ദൈവമക്കളോട് ചേർന്ന് ചിന്തിക്കുവാൻ. അതുകൊണ്ട് ആരാണ് ഈ സമ്മിശ്ര ജാതി? എന്താണ് അവർ ചെയ്തത്? അത് ഇസ്രായേലിന് ഗുണമാണോ ദോഷമാണോ അവരെ കൊണ്ട് ഉണ്ടായത് എന്ന് ഈ രാത്രികാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായി പോവുകയാണ്. ये मिक्स्ड मल्टीट्यूड कौन है, ये कौम कौन है जो मिला जुला हुआ है, इनसे इसराइल लोगों को कुछ फायदा हुआ या कोई नुकसान हुआ, इसको हम देखने के लिए जा रहे हैं। അതിനായിട്ട് നമുക്ക് നമ്മുടെ ചിന്തയെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 38-ാം വാക്യം. तो उसके लिए हम अपने ध्यान को जो है करूज 12 अध्याय उसका 38 वचन को जो है अपने ध्यान में लेके आएंगे। निर्गमन 12 का 38 को ഒരാൾക്ക് വായിക്കാമോ ആ ഭാഗം? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 38-ാം വാക്യം. Exodus chapter 12 verses 38. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോട് കൂടെ പോന്നു. മതി. നമ്മൾ ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ ഒരു പരാമർശം എഴുതിയിട്ടുണ്ട്, സമ്മിശ്ര പുരുഷാരം എന്നൊരു പരാമർശം. उस 38 वचन को आप गौर से देखें, उधर लिखा है कि और उनके साथ एक मिली जुली गिरोह गई और भेड़ बकरी और गाय बैल और बहुत चौपाई उसके साथ तय करके हम लोग देख सकते हैं। मिली जुली हुई गिरोह को देख सकते हैं। ഇവിടെ മാത്രമല്ല, പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിൽ പല പുസ്തകങ്ങളിൽ ഈ ഒരു പ്രയോഗം ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. यहाँ पर काली नहीं बल्कि पुराने नियम में अलग अलग जगहों पर जो है मिली जुली हुई गिरोह के बारे में जिक्र किया है।
ഞാൻ അതിന്റെ റെഫറൻസുകൾ പറയാം. എഴുതിയെടുക്കുന്നവരത് എഴുതിയെടുത്ത് പിന്നീട് വായിച്ചാൽ മതി. അതിൽ 1, 2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. എല്ലാം നമ്മൾ നോക്കുന്നില്ല. अब मैं कुछ रेफरेंस देता हूं, जो लिख के ले रहे हैं वो लिख के ले लें। उसमें सब हम नहीं देखने जा रहे, बल्कि कुछ वचनों को पढ़ने के लिए जाएंगे। സംഖ്യപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. आ, गिनती 11 का 4था वचन। गिनती നെഹ- 11 का 4था वचन। നെഹമ്യ 13-3, नेहमिया 13 का 3, ഇരമ്യാവ് 25-20, यिर्मयाह नबी की किताब 25वां अध्याय उसका 20वां पंक्ति, 24-ാം വാക്യം, 24वां पंक्ति, 50-37, चैप्टर 50 का 37 എസെക്കിയേൽ 30-5. और एसकेल नबी के किताब 30वां अध्याय उसका 5वां वचन। ഈ ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഒന്നെങ്കിൽ സമ്മിശ്ര ജാതി അല്ലെ സമ്മിശ്ര പുരുഷാരം, ഈ ഒരു പരാമർശം ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. इस जगह पर अगर आप पढ़ के देखेंगे तो ये मिली जुली हुई गिरोह के बारे में जिक्र किया गया है। ആരാണ് ഈ സമ്മിശ്ര ജാതി? എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഈ ജനത ആരാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ये मिली जुली हुई गिरोह कौन है और ये क्या है, इनके बारे में करके हम वचन से देखेंगे। നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ 400-ൽ പരം വർഷം അടിമകളായി താമസിച്ച കാര്യം നമുക്കറിയാമല്ലോ. हम सब जानते हैं कि इसराइल के लोग जो 400 साल से अधिक जो है बंदीगृह में मिस्र में तय करके हम जानते हैं। എന്നാൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചപ്പോൾ നമുക്കറിയാം, മോശയുടെ നേതൃത്വത്തിൽ 6 ലക്ഷത്തിൽ പരം ജനം മിസ്രയീമിൽ നിന്നും മരുഭൂമി വഴിയായി ദൈവം അവർക്ക് ഒരുക്കി വെച്ച കനാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചതായി വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. और हम प्रभु के वचन में देखते हैं कि मूसा को परमेश्वर ने इस्तेमाल कर कर मिस्र से कनान की ओर अगुवाई कर कर मूसा के जरिए से लेके गए। എന്നാൽ ഈ സമ്മിശ്ര ജാതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇവരുടെ കൂടെ കൂടിയ ചില ആൾക്കാരാണ്. और ये मिली जुली हुई गिरोह कौन है? वो लोग हैं जो इसराइल के साथ मिस्र में जब भी निकले थे, ये लोग भी इनके साथ जुड़ गए थे। എന്ന് പറഞ്ഞാൽ ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞ ഇസ്രായേലിലല്ല, ഒരു പക്ഷേ ഈജിപ്തിലുള്ളവരായിരിക്കാം, അല്ലെ മിസ്രൈമിലായിരിക്കാം. ഇസ്രായേലിൽ അല്ലാതെ അവരുടെ കൂട്ടത്തിൽ, അവരുടെ യാത്രയിൽ കൂടെ വന്ന ഒരു കൂട്ടത്തെയാണ് സമ്മിശ്ര ജാതി എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. तो यहां पर जो मिली जुली हुई गिरोह लोग जो है, ये इसराइली नहीं है, बल्कि शायद मिस्र के लोग हो सकते हैं या दूसरे देश के लोग हो सकते हैं, जो मूसा के साथ ये लोग भी जुड़ गए थे इसराइली लोगों के साथ। അപ്പോ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ വരാം, എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇസ്രായേൽ മക്കളുടെ കൂടെ കൂടിയത്? तो हमारे अंदर एक सोच ऐसा आ सकता है कि क्यों ये लोग इसराइल लोगों के साथ मिलजुल गए। നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാനുള്ള ആലോചന ലഭിച്ചപ്പം കൂടെ ചിലരെയും കൂടെ കൂട്ടിയാ പോയത്. അതിലൊരാളായിരുന്നു ലോത്ത്, അല്ലെ? हम जानते हैं कि अब्राहम को परमेश्वर ने जब भी पहला पुकारा, बुलाया, अब्राहम के साथ दूसरा एक बंदा भी गया था, लूत। അതുപോലെ ഈ ജനതയും ഇസ്രായേൽ മക്കളുടെ കൂടെ കൂടിയതിന്റെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. तो ये जो मिली जुली गिरोह है, इसराइल के साथ जुड़ने का उनका एक कारण भी है। എന്തായിരിക്കാം ഈ ജനം ഇസ്രായേലിന്റെ കൂടെ കൂടിയ ചില കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. तो ये लोग इसराइल के साथ क्यों जुड़ा करके उसके बारे में जो है कुछ कारणों को, कुछ बातों को हम लोग देखने के लिए जा रहे हैं। ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു പക്ഷേ ഇവർ ഇസ്രായേൽ മക്കളുടെ കൂടെ കൂടിയത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ടായിരിക്കാം. शायद ये लोग इसराइल लोगों के साथ इसलिए जुड़ा होगा क्योंकि परमेश्वर ने किए हुए मौजज़े को, चमत्कार को देखकर इनके पीछे आ गए। നമുക്കറിയാം, മിസ്രൈമിൽ ദൈവം 10 ബാധകളെ അയച്ചാണ് അവരെ ന്യായം വിധിച്ചതായി നമ്മൾ വചനത്തിൽ കൂടി വായിക്കുന്നത്. हम देखते हैं कि इसराइल में मिस्र में परमेश्वर ने 10 बाधाओं को भेजा, 10 प्लेग्स को भेजा, और उस प्लेग से परमेश्वर ने उनको बाहर लेके आया। ആ ഓരോ ബാധയും മിസ്രൈമ്യരുടെ ഓരോ ദേവന്മാർക്കെതിരെയുള്ള ന്യായവിധിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
और एक एक जो बाधा है, एक एक प्लेग जो है, मिस्र के एक एक देवता के खिलाफ परमेश्वर करता हुआ न्याय है, जजमेंट है करके आप देख सकते हैं। അപ്പോൾ ഇത്ര ശക്തമായ ദൈവത്തിന്റെ കരം കണ്ടപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് മനസ്സിലാക്കി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടമാണ് ഈ സമ്മിശ്ര ജാതി. तो ये ऐसे लोग हैं, गिरोह है, जिसने देखा कि चमत्कार हो रहा है, मौजसा हो रहा है, इनका परमेश्वर मौजसा कर रहा है, ये देखकर इनके साथ जुड़ गए। എന്ന് പറഞ്ഞാൽ അത്ഭുതം കണ്ടപ്പോഴത്തേന് അവർ ആശ്ചര്യപ്പെട്ടു. मतलब कहने का मतलब यह है कि जब अद्भुत को देखा, चमत्कार को देखा, वो लोग विस्मय होकर इनके पीछे चले आ गए। ഇതുപോലെ അവരുടെ ദേവന്മാർ ചെയ്തിട്ടില്ല. ചുറ്റുമുള്ള ജാതികളിൽ ഒരു ദേവന്മാരും ഇങ്ങനെ ചെയ്തതായിട്ട് അവർ കേട്ടിട്ടില്ല. उनके देवी देवताओं ने ये कभी नहीं किया है, या इर्द गिर्द के जो देश के देवता लोग हैं, ये लोग ये चमत्कार नहीं कर पाए करके उन्होंने कभी सुना भी नहीं है। എന്നാൽ ഇസ്രായേലിന്റെ ദൈവം ഇവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുന്നതിൽ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ശക്തി ആ ദേശത്ത് വെളിപ്പെടുത്തിയത് ഇവർ കണ്ടു. तो उन्होंने अपनी आंखों से देखा कि इस्राएल का परमेश्वर इस मिस्र में किए हुए बड़े कामों को, मौजसों को उन्होंने देखा। അതുകൊണ്ട് ഇവരും കൂടെ കൂടിയേക്കോ ഇസ്രായേൽ മക്കളുടെ കൂടെ. നിങ്ങൾ ഈജിപ്റ്റ് വിടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുക, കാര്യം നിങ്ങളുടെ ദൈവമാണ് മറ്റ് എല്ലാ ദേവന്മാരെക്കാളും ശക്തനായ ദൈവം. तो ये लोग क्यों इस्राएल के साथ आ गए? क्योंकि उन्होंने कहा कि अरे तुम्हारा परमेश्वर तो बहुत बड़ा मौजसा करता है, बहुत चमत्कार करता है, इसके लिए हम भी तुम्हारे साथ जुड़ जाते हैं। പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇവര് കൂടെ കൂടിയവരാണ്, അല്ലാതെ ഇസ്രായേലിനെ പോലെ ദൈവവുമായി ഉടമ്പടി ചെയ്ത വ്യക്തികളല്ല ഈ സമ്മിശ്ര ജാതികൾ. लेकिन आप एक बात समझना, ये मिली जुली गिरोह लोग जो है, चमत्कार को देखकर इसराइल के साथ तो जुड़ गया, लेकिन इसराइल के खुदावन के साथ का वाचा नहीं बांधा है, नहीं तो अहद नहीं बांधा, कवेनेंट पीपल नहीं है ये लोग। നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് വായിക്കുന്നത് സീനായിൽ ദൈവം എന്ത് ചെയ്തു, ഈ ജനവുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സകല ജാതികളിലും വെച്ച് വിശേഷമായി ദൈവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടമായിരുന്നു ഇസ്രായേൽ മക്കൾ. तो इसराइल के साथ सीनाई के पहाड़ के उस चोटी में परमेश्वर ने इसराइल के साथ अहद को बांधा, वाचा बांधा, और कहा कि सारे जाति में तुम विशेष लोग हैं कर कर परमेश्वर उनको अलग किया है। പക്ഷെ ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടോ ഇസ്രായേലിന്റെ ദൈവമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഈ കൂട്ടം ഈ പറയുന്ന പോലെ ഉടമ്പടിയോ അല്ലെ ഇസ്രായേലിന്റെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവരാണ്. लेकिन ये लोग जो है इस परमेश्वर को, नहीं तो इस यहोवा को एक्सपीरियंस नहीं किया वो लोग हैं जो इसराइल के साथ मिले जुले हैं। കാര്യം ഇവരെ സംബന്ധിച്ച് ഇവരെ ആകർഷിച്ച ഘടകമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ്. तो इनको क्या है जो चीजें इसराइल के साथ जुड़ने के लिए प्रेरित किया? चमत्कार है, मौजसा है। ഇതാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കാണുന്ന ഒരു വിശേഷത. यही बात हम लोग नए नियम में आएंगे तो भी हम लोग यही बात को हम लोग देख सकते हैं। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ദൈവമക്കള് ആ ഭാഗം പിന്നീട് വായിച്ചാൽ മതി, ഒരു വാക്യം മാത്രമേ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നുള്ളൂ. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കർത്താവ് 5 അപ്പം കൊണ്ട് അല്ലെങ്കിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരെ പോഷിപ്പിച്ച ഒരു അത്ഭുതം അവിടെ നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. यूहन्ना के सुसमाचार 6वां अध्याय में हम लोग देख सकते हैं कि परमेश्वर यीशु मसीह 5 रोटी और 2 मछली से 5000 लोगों को खिलाया करके हम लोग उस अनुभव को देख सकते हैं। നമ്മൾ കാണുന്നത് ഈ അത്ഭുതം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു പടകും ഒക്കെ പിടിച്ചോണ്ട് വന്നിരിക്കുക ആരെ തിരക്കി? യേശുവിനെ തിരക്കി. लेकिन ये अद्भुत देखा हुआ लोग दूसरे दिन क्या कर रहे हैं? एक बड़ा कश्ती पकड़कर जो है यीशु को ढूंढ कर ये लोग आए हुए हैं। നമ്മൾ നോക്കിയ എന്താ ഒരു ആവേശം, യേശു എവിടെയാണെന്ന് അവർക്ക് അറിയത്തില്ല, പക്ഷെ യേശുവിനെ തെരഞ്ഞിറങ്ങിയിരിക്കുക. लेकिन यीशु कहां पर है करके उनको पता नहीं है, लेकिन यीशु को ढूंढ कर कश्ती पकड़कर जो है यीशु के पास वो लोग आए हैं। നമ്മളിൽ പലർക്കും ഇല്ലാത്ത ആവേശമാണ്. നമ്മളിപ്പം ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇന്ന് മഴ കണ്ടാൽ പിന്നെ നമ്മൾ പോകത്തില്ല, അല്ല ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ പോകത്തില്ല. പക്ഷെ ഇതങ്ങനല്ല, എന്ത് വില കൊടുത്തും പോയിരിക്കുകയാണ് യേശുവിന്റെ പുറകെ.
हम में से बहुत सारे लोगों के जैसा नहीं, एक बारिश देखे तो हम लोग मीटिंग में जाना बंद कर देते, अगर कोई मेहमान घर में आए तो हम लोग मीटिंग में जाना बंद करते, ऐसा नहीं है। बल्कि कितना जज्बा है उनको उस यीशु को देखने के लिए, खुद का पैसा खर्चा करके यीशु को देखने के लिए जा रहे हैं। കർത്താവിന്റെ വചനം കേൾക്കാനുള്ള ആകാംക്ഷയാണോ അതോ കർത്താവിന്റെ അടുത്തിരിക്കാനുള്ള ആഗ്രഹമാണ്? എന്തായിരിക്കാം അവരെ ഈ പടകും പിടിച്ച് യേശുവിന്റെ പുറകെ പോകാൻ പ്രേരിപ്പിച്ച ഘടകം? क्या होगा जो इनको इतना जज्बा में लेके आया? या यीशु के साथ बैठने का जज्बा है क्या? यीशु का वचन को सुनने का जज्बा है क्या? क्या है जो इन्होंने अपने पैसा खर्चा करके कश्ती पकड़कर यीशु को मिलने के लिए गया? കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, क्या है उसका कारण करके यूहन्ना का सुसमाचार 6वां अध्याय उसका 22वां वचन में 6:22 में हम लोग देख सकते हैं। 6:26. हाँ सॉरी, 6:26, 6:26 में हम लोग देख सकते हैं। ഇവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. यीशु ने उससे जवाब में कहा कि मैं तुमसे सच सच कहता हूं कि तुम मुझे इसलिए नहीं ढूंढते हो कि मैं मौजूद देखे, बल्कि इसलिए कि तुम रोटी का कर सैर हो गए हो। അപ്പൊ എന്താ കാരണം ഈ പടകും പിടിച്ച് യേശുവിന്റെ പുറകെ പോയിരിക്കുന്നത്? ഒന്നും അറിയണ്ട, മീറ്റിങ്ങിന് അങ്ങ് പോയാ മതി. വിശക്കുമ്പോ തക്ക സമയത്ത് കർത്താവ് ആഹാരം കൊടുത്തോളും, അത്ഭുതങ്ങളെ ചെയ്യും. ഇത് കണ്ടപ്പോൾ ജനത്തിന് ആകർഷകമായി, അവർക്കിത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് അവർ യേശുവിന്റെ പുറകെ നടക്കുക. तो ये लोग यीशु के पीछे इसके लिए आया कि कुछ जानने की जरूरत नहीं, कुछ समझने की भी जरूरत नहीं, बस मीटिंग में जाओ, उधर बैठेगा तो यीशु मसीह मीटिंग के बाद जो खाना देगा वो खाना खा के घर जाओ। मतलब ये तात्पर्य रखकर जो यीशु के पीछे यीशु को ढूंढकर लोग आए हैं। പക്ഷെ ഇവരെ കണ്ടപ്പോൾ കർത്താവ് ഒരു കാര്യം വ്യക്തമായിട്ട് അവരോട് താഴോട്ട് പറയുന്നുണ്ട്, ഈ ആഹാരം കഴിച്ചാൽ ഇത് നശിച്ചു പോകുന്ന ആഹാരമാ. കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ഈ ആഹാരത്തിന്റെ ഇഫക്റ്റ് ശരീരത്തിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ നശിക്കാത്ത ഒരു ആഹാരമുണ്ട്, അത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. तो यीशु मसीह इनसे कहता है कि देखिए, तुम जो उस खाने को ढूंढ रहे हैं जो नाश होता है, लेकिन मैं जो तुम्हें देता हुआ खाना जो है कभी नाश नहीं होने वाला, वो देने के लिए मैं इस जगत पर आया हूं। താഴോട്ട് കർത്താവ് പല കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം, ഇങ്ങനെ പല സത്യങ്ങൾ, വചനത്തിന്റെ സത്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് ഇവര് കർത്താവിനെ വിട്ടുപോവുകയാണ്. और ये 6वां अध्याय में हम देख सकते हैं यीशु मसीह कहता है कि मेरा मांस खाना है, मेरा लहू पीना है, कर कर जब ये कहने के वक्त ये लोग कहते हैं उसका 66 में कि ये बहुत ही सख्त बात है बोलकर उल्टे फिर गए कर कर हम देख सकते हैं। അപ്പൊ കാര്യത്തോട് അടുത്തപ്പോൾ കർത്താവ് കാര്യം പറഞ്ഞപ്പോൾ വന്ന ആവേശമൊന്നും ഇല്ല, അപ്പം കഴിക്കാൻ വന്നതാ പടകിൽ കയറി. देखिए, जब भी परमेश्वर ने सच्चाई को खोलकर बताया, जो जज्बा था शुरू का वो जज्बा अभी नहीं दिख रहा है। എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ ജനം വന്നത് കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഒന്നുമല്ല, അത്ഭുതം കണ്ട് താൽക്കാലികമായ ചില നേട്ടങ്ങൾ കിട്ടിപ്പോകാനായിട്ടായിരുന്നു. ये लोग क्यों आए यीशु मसीह के पास? उनको परमेश्वर के पास बैठना, यीशु को जानना इसके लिए नहीं आया, बल्कि कुछ क्षणों का चमत्कार को देखकर कुछ नाश होने वाले चीज को प्राप्त करने के लिए सुपरफिशियल केवल लेकर यीशु मसीह के पीछे आए हुए हैं। ഇതുപോലെ തന്നെയാണ് ഈ സമ്മിശ്ര ജാതികളുടെ പ്രത്യേകതയായി നാം കാണുന്നത്. ഇവർ ഇസ്രായേലിന്റെ കൂടെ കൂടിയത് ഇസ്രായേലിന്റെ ദൈവവുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ച് ഇസ്രായേലിന്റെ ദൈവവുമായി ചേർന്ന് നിൽക്കാനൊന്നുമല്ല, അത്ഭുതം കണ്ടിട്ടാണ്. देखिए, करूज में हम लोग देखा कि निर्गमन में देखा कि ये जो मिली जुली हुई गिरोह है, ये भी इसराइल के साथ क्यों जुड़ा है? परमेश्वर को जानने के लिए नहीं, बल्कि अद्भुत चमत्कार को देखकर है। സത്യമാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മുടെ ജീവിതങ്ങളിലും എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ പലതും ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു ചൂണ്ടുപലക. അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളം എന്നൊരു പ്രയോഗം കണ്ടല്ലോ. देखिए, ये परमेश्वर अद्भुत करता है, ये मैं नहीं बोल रही हूं कि परमेश्वर अद्भुत नहीं करता, चमत्कार करता है, लेकिन हर एक चमत्कार और अद्भुत जो है निशाने की ओर जैसा है, जिस तरह हमने वचन में देखा, निशाना है कि परमेश्वर की ओर हमें लेके जाने के लिए।
എന്തിനാണ് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, അല്ലെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നമ്മളുടെ, അല്ലെങ്കിൽ ചില പ്രയാസഘട്ടങ്ങൾ മാറിപ്പോകുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഇത് യേശു ആരാണെന്ന് നമ്മളെ അറിയിക്കാനുള്ളൊരു ചൂണ്ടുപലകയാണ്. അല്ലാതെ ഈ മിറക്കിൾസിൽ, ഈ അത്ഭുതങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിന്നുകൊണ്ട് എന്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, കർത്താവിൽ കൂടി എനിക്ക് എന്ത് നേട്ടം കിട്ടും എന്ന് നോക്കിയിരിക്കാനല്ല. देखिए, परमेश्वर ने मुझे और आप लोगों को चंगाई क्यों दी है, शरीर में चंगाई क्यों दी है, या कोई अद्भुत काम आपके जीवन में परमेश्वर इसके लिए किया है ताकि आप यीशु के पास आए, उस अद्भुत में रहकर उसी में वास करने के लिए नहीं, प्रभु के पास आने के लिए परमेश्वर ने ऐसे चिन्हों को आपके जीवन में किया है। എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ സമ്മിശ്ര ജാതിയെ പോലെ പ്രവണതയുള്ളവർ ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട്, നമ്മുടെ സഭകളിലുമുണ്ട്. तो ऐसे मिली जुली हुए लोग जैसा इस्राएल के साथ थे उसी तरह आज भी कलीसियाओं में है कर कर, इसमें कोई संदेह नहीं है। എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനെ അറിയാനൊക്കെ ഇറങ്ങി തിരിച്ചു, പക്ഷേ എവിടെയോ ഈ അത്ഭുതങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് കർത്താവ് ആരാണെന്ന്, കർത്താവിന്റെ ആ ട്രൂ ഐഡന്റിറ്റി, കർത്താവ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടേതായ ലോകത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? देखिए मेरे प्रियो, हम लोग तो शुरू में प्रभु को जानने के लिए इच्छा में आए थे, लेकिन किधर ना किधर तो भटक गए हुए अनुभव में, मतलब इधर का ही बात को ही खोजना, इधर का ही बात को ही समझना, नहीं तो नाश होने वाले चीज को लेकर यीशु के पीछे आना। हमारे जीवन में भी ऐसा हुआ है ना। ഒരു പടി കടന്ന് ഞാൻ പറയാം, എനിക്കറിയാം ദൈവമക്കൾ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുന്നേ, രണ്ടാമത്തെ ദിവസത്തിന്റെ രാത്രിയിലുള്ള സെഷനിലായിരിക്കുന്നേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? ഇതുപോലെ എന്തെങ്കിലും അത്ഭുതം കിട്ടാനാണോ? मेरे प्रियो, मैं आप लोग से पूछता, ये उपवास प्रार्थना का दूसरा दिन है, दूसरा रात है, मैं आप लोग से पूछता, आपका ये प्रार्थना का विषय क्या है? आपका प्रार्थना विषय क्या है? നമ്മുടെ പ്രാർത്ഥന, അല്ലെ നമ്മുടെ ആഗ്രഹം കേവലം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങ് പോകാനാണോ, അതോ കർത്താവുമായിട്ട് നിലനിൽക്കുന്ന അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വരാനാണോ നമ്മുടെ ആഗ്രഹം? हमारी इच्छा क्या है कि केवल अद्भुत हमारे जीवन में होना, आश्चर्य होना, यही है क्या, या परमेश्वर यीशु मसीह के साथ एक अटूट रिश्ता, बंधन में आना, ये है क्या हमारा दिल की विचार? ഇപ്പോ ഈ സമ്മിശ്ര ജാതി ഇറങ്ങി തിരിച്ചത് എന്താ? അത്ഭുതം കണ്ടിട്ടല്ലാതെ ഇസ്രായേലിന്റെ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക്, അല്ലെ ഒരു ഉടമ്പടിയിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. तो ये मिली जुली हुई गिरोह जो है, इस्राएल के साथ तो चल पड़ा, लेकिन परमेश्वर के साथ उसका कोई वाचा नहीं था। രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇസ്രായേൽ മക്കളുടെ കൂടെ കൂടിയത്? दूसरा रीजन क्यों ये लोग इस्राएल के लोगों के साथ ये मिली जुली हुई गिरोह चल पड़े। രണ്ടാമത്തെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഇസ്രായേൽ മക്കൾ ഒരു പക്ഷേ മറ്റുള്ളവരുമായി ഇടകലർന്നുള്ള മിക്സ്ഡ് മാരേജസ് സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെ ഇസ്രായേലിന്റെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം ഇവരുടെ കൂടെ കൂടാനുള്ള സാധ്യത. ये मिली जुली हुई गिरोह क्यों इसराइल के साथ है, दूसरा रीजन, इसराइल के बीच में मिक्स्ड मैरिज हो गया होगा, इस वजह से इनके जो साथी लोग हैं ये लोग भी इनके साथ जुड़ गए। വചനത്തിൽ വളരെ വ്യക്തമായി ദൈവം ഇസ്രായേലിന് കൊടുത്ത ഒരു ആലോചനയാണ്, അന്യജാതികളുമായി ഇടകലരരുത്. वचन में इसराइल को परमेश्वर ने दिया हुआ नियम था कि अन्य जातियों के साथ आपका मिली जुली नहीं होना चाहिए। നമുക്കറിയാം, അബ്രഹാം തന്റെ മകനു വേണ്ടി തുണയെ കണ്ടെത്താനായി എലയാസറിനെ അയക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, ജാതികളുടെ അടുക്കൽ നിന്ന് എന്റെ മകന് ഒരു മകളെ നീ കണ്ടെത്തരുത്, എന്റെ പിതൃദേശത്ത് തന്നെ പോയി എന്റെ ജനത്തിൽ നിന്ന് ഒരു മകളെ വേണം തിരഞ്ഞെടുക്കാൻ. देखिए, अब्राहम ने जब भी अपने बेटे के लिए एक वधू को जब भी देखा, तो दुल्हन को देखने के वक्त एलियासर से कहता हुआ बात है कि अन्य जातियों, गैर कौमों के पास नहीं जाना, बल्कि मेरे पिता के घर से तू चुन कर लेके आने के लिए कहता है। അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ദൈവം വിവാഹത്തെ കണ്ടത്. എന്ന് പറഞ്ഞാൽ അന്യജാതികളുമായി ഇടകലരുവാൻ, വിവാഹത്തിൽ കൂടി ഇടകലരുവാൻ പാടില്ല.
तो ऐसा परमेश्वर जो है अपने पारिवारिक जीवन को इतना महत्व देखता है कि अन्य जातियों के साथ मिली जुली हुई शादी में हम लोग नहीं जाना चाहिए कर कर प्रभु का वचन बड़ा स्पष्ट रूप से हमें सिखाता है। അപ്പൊ ഈ സമ്മിശ്ര ജാതി വിവാഹത്തിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് ചേർന്നു എന്നതിന് വചനത്തിൽ തെളിവുണ്ട്. ഞാനത് പിന്നീട് ഈ വിശദീകരണം താഴോട്ട് തരുമ്പോൾ ഞാനത് പറയാം. അപ്പോ ദൈവം കൊടുത്ത വ്യവസ്ഥക്കെതിരായിട്ട് മിക്സ്ഡ് മാരേജ് നടത്തി ഇനിയിപ്പം ആ കുടുംബം ഈ മിസ്രൈം വിട്ടു പോകുമ്പോൾ പകുതിയായിട്ട് ഒരാൾക്ക് മിസ്രൈമിലും ഒരാൾക്ക് കനാൻ നാട്ടിലേക്കും പോകാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മിക്സ്ഡ് മാരേജ് ചെയ്തവർ ഒരുമിച്ച് എന്ത് ചെയ്യുക, കനാനിലേക്ക് പോവുകയാണ്. तो ये मिक्स्ड मैरिज किए हुए लोग क्या करेंगे? जब मिस्र से इस्राएल कनान की ओर जब जा रहे थे, ये तो मिस्र में नहीं रह सकते, तो वो लोग भी इनके साथ जुड़कर साथ में निकल पड़े। നമുക്കറിയാം ഇസ്രായേൽ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്ത് വലിയ ഒരു സംഹാരം അവരുടെ മധ്യത്തിൽ ഉണ്ടായതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. प्रभु के वचन में हम लोग देख सकते हैं इस्राएल के लोग जो है मोहाब के स्त्रियों के साथ जो है व्यभिचार करके जो है बहुत बड़ा आपत्ति उनके ऊपर आए कर कर प्रभु के वचन में हम लोग देख सकते हैं। ഇസ്രായേലിനെ ശപിക്കാനായി ബിലയാമിനെ വിളിച്ചു വരുത്തിയപ്പോൾ ബിലയാം ശാപത്തിന് പകരമായി അനുഗ്രഹമായി പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. तो बिलियाम को जो है इसराइल को श्राप देने के लिए बुलाया गया था, लेकिन उसके मुंह से आया हुआ बात हम लोग वचन में देख सकते हैं कि इसराइल के बारे में कहता है कि ये ऐसे कौम है जो जातियों के साथ गैर कौम के साथ नहीं मिलता। എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി യാതൊരു വിധത്തിലും വിവാഹത്തിൽ കൂടി ആകട്ടെ ആരാധനയിലാകട്ടെ മറ്റൊരു വിധത്തിലും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ അതിര് കടന്ന് അവരുടെ രീതികളുമായി കലർന്നു പോകുവാൻ ഒരിക്കലും ദൈവം ഇസ്രായേലിനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. परमेश्वर ने इसराइल को कभी भी ऐसा इसके लिए नहीं चुना कि गैर कौमों के साथ ये लोग मिली जुली हुई अनुभव में कभी भी आए कर कर परमेश्वर का नियम ही नहीं था। അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇസ്രായേലിന്റെ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയാത്ത പാർട്ട്ണറിനെയും കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാ. अभी क्या हो रहा है? इसराइल के पुरुष लोग या स्त्री लोग जो है उस परमेश्वर के कवेनेंट में नहीं आए हुए लोगों के साथ शादी कर कर अभी कनान की ओर जा रहे हैं। നമുക്കറിയാം വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്നതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. हमें मालूम है कि विवाह नहीं तो शादी मतलब एक पुरुष और एक स्त्री मिलकर आता हुआ एक अनुभव है। मैरिज ने तो विवाह അവിടെ ഇമോഷണൽ മെന്റൽ ഫിസിക്കൽ യൂണിയൻ എല്ലാം ഒരുമിച്ച് വരുന്നതാണ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. वहां पर शारीरिक मानसिक आत्मिक सब कुछ एक होना, ये है सच में मैरिज ने तो शादी का मतलब। പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിലെല്ലാം വലുതാണ് ആത്മീകമായിട്ടുള്ള യൂണിയൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ യൂണിയൻ. लेकिन ये सबसे बढ़कर है आत्मिक नहीं तो रूहानी यूनियन जो है इसमें बहुत ही महत्वपूर्ण है। അതുകൊണ്ടാണ് ദൈവം ഇത്ര ശക്തമായിട്ടും വ്യക്തമായിട്ടും ഇവരോട് പറയുന്നത് അന്യജാതിക്കാരുമായി വിവാഹത്തിൽ ഏർപ്പെടരുത്. इसके लिए परमेश्वर ने इस्राएल को कहा कि अन्य जातियों के साथ शादी में विवाह में नहीं मिलना जुलना करके। പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ ഞാനൊരു ചെറുക്കനെ സ്നേഹിച്ചല്ല, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ഇത് ഞാൻ വിശ്വസിക്കുന്ന മാർഗത്തിലുള്ളതല്ലെങ്കിൽ പോലും പിന്നീട് അവർ നമ്മുടെ കൂടെ ചേർന്ന് വന്നോളും, വിവാഹം കഴിച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്ന് പറയുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. मैंने बहुत सारे लोगों के बारे में ऐसा सुना है कि लोग कहते हैं कि हाँ मैं उससे प्यार करता हूँ या प्यार करती हूँ, वो विश्वास ही नहीं है, लेकिन मैं शादी करने के बाद उसको विश्वास में लेके आएगा बोलकर ये रीजन बोलकर शादी करने वाले लोग भी हैं। എനിക്കറിയാം എന്നെ കേൾക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളോടും കൂടെ ഉള്ള ഒരു ആലോചനയായി നിങ്ങൾ ഈ രാത്രികാലം ഇത് ഏറ്റെടുക്കണം. मुझे सुनने वाले बच्चे भी यहाँ पर हैं, आज आप लोग के लिए भी ये बात तय कर कर समझकर इस वचन को सुनना है। നിങ്ങൾ ഈ പലരും ടീനേജേഴ്സാ എനിക്കറിയാം, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ये आप लोग में बहुत सारे लोग टीनेजर्स लोग हैं, लेकिन ये सब छुपा के रखकर कोई फायदा नहीं है दिनों में। നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്, നിങ്ങൾ ഒരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കണം. देखिए, आप एक प्रभु का बेटा या बेटी है, प्रभु के बच्चे कर कर ये समझ, आपका आइडेंटिटी क्या है कर कर आपके स्कूल में या कॉलेज में आपको ये बात समझना जरूरी है। എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ യേശുവിനെ അറിഞ്ഞ ആളാണ് എങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ലൈസൻസ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടില്ല. तो प्रभु के बच्चे हैं तो हम प्रभु के विश्वासी लोग हैं, तो दूसरा अन्य जाति लोगों के साथ प्रेम कर कर उन्हें शादी करना प्रभु ने हमें ऐसे एक व्यवस्था नहीं दिया है। ആ നിങ്ങൾ സ്നേഹത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വിവാഹത്തിന് സമയമാവുമ്പോ പേരൻസിനോട് പറയും നല്ല പെങ്കൊച്ച, നല്ല ചെറുക്കനാ, പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ അല്ലെന്നേ ഉള്ളൂ, നമുക്ക് പിന്നീട് അങ്ങ് കൂടെ ചേർക്കാം, നമ്മുടെ കൂടെ വന്നോളും, ഇങ്ങനെ പറഞ്ഞ് പേരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. बहुत सारे बच्चे जो है पेरेंट्स को इन्फ्लुएंस करते हैं कि मैं जो जिससे प्रेम करता हूं या करती हूं वो विश्वासी तो नहीं है, लेकिन धीरे धीरे वो लोग आ जाएंगे बोलकर इन्फ्लुएंस करने वाले बहुत सारे बच्चे लोग भी हैं। ഒരു കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം, മാരേജ് ഈസ് എ സ്പിരിച്വൽ യൂണിയൻ. लेकिन एक बात हम लोग समझना कि मैरिज नहीं तो शादी जो है एक आत्मिक यूनियन है, मतलब आत्मिक एकता है, नहीं तो एक होना है रूहानी तौर से। എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ വിശ്വാസം, അവരാരെയാ വിശ്വസിക്കുന്നേ, എന്താ വിശ്വസിക്കുന്നേ എന്നുള്ളത് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. तो विश्वास में रहने वाले दो लोग जुड़ना बहुत ही महत्वपूर्ण है, क्योंकि विश्वास में जुड़े हुए दो लोग ही जो है आगे चलकर प्रभु के लिए इस्तेमाल होंगे, नहीं तो प्रभु ने किसके लिए बुलाया उसके लिए वो लोग आगे बढ़ेंगे। അതുകൊണ്ടല്ലേ വചനം പറയുന്ന അവിശ്വാസിയുമായി ഇണയില്ല, പിണകൂടരുത്. इसके लिए प्रभु का वचन कहता है कि अविश्वासियों के साथ विश्वासी लोग नहीं जुड़ना है करके प्रभु का वचन में बड़ा स्पष्ट रीति से बताते हैं। നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെയാ, പക്ഷേ മറ്റൊരു മതത്തിൽ നിൽക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കുന്നത് യേശുവിനെ അല്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. देखिए मेरे प्रियो, जब भी आप विश्वासी है, आपका पार्टनर अविश्वासी है, तो अविश्वासी और विश्वासियों के बीच में एक फ्रिक्शन होगा, वहां पर एक संबंध नहीं होगा, वहां पर एक प्रेम नहीं होगा। എന്തിനു പറയുന്നു, ഒരേ വിശ്വാസത്തിലുള്ളവർ തമ്മിൽ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് പോകാൻ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് വിവാഹ ജീവിതം നയിക്കുന്നവർക്കറിയാം. അങ്ങനെയെങ്കിൽ രണ്ട് വിശ്വാസത്തിലുള്ള വ്യക്തികൾ എങ്ങനെ ഒന്നിച്ചു പോകും പ്രിയമുള്ളവരെ? एक ही बिलीव करने वाले, एक ही फेथ में रहने वाले दो लोग कितना मुश्किल से शादी चला रहे करके हमको पता है, तो अगर दोनों में से एक विश्वासी और दूसरा अविश्वासी है तो कितना मुश्किल होगा कर कर ये बताने की जरूरत नहीं है आपको। അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായും സ്പഷ്ടമായും ദൈവത്തിന്റെ വചനം പറയുന്നത്, അവിശ്വാസിയുമായി ഇണയില്ല, പിണകൂടരുത്. इसके लिए प्रभु का वचन बड़े स्पष्ट रीति से कहता है कि अविश्वासी और विश्वासी के बीच में शादी का कोई संबंध नहीं होना चाहिए। ഇവിടെ കണ്ടോ, ഈ മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡ് ഇസ്രായേലിന്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇസ്രായേലിന്റെ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല, അവർക്ക് അവരുടെ ദേവന്മാരെ അറിയത്തുള്ളൂ. പക്ഷെ കൂടെ കൂടിയിരിക്കുക, അത് തീർച്ചയായും ഇസ്രായേലിന്റെ യാത്രയെ ബാധിക്കും. तो यहां पर ये लोग जो मिली जुली हुई गिरोह है, ये लोग मिक्स्ड मैरिज कर कर इसराइल के साथ जुड़ा हुआ है, ये आगे चलकर बहुत ही समस्या लेके आएगा। നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മുമ്പ് പരാമർശിച്ചൊരു വാക്യമാണ്, അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നെഹമ്യാവ് ഈ ഇസ്രായേൽ ദേശത്തേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ യഹൂദ നാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ സമ്മിശ്ര ജാതികളെ ഒക്കെ മാറ്റി എന്നൊരു പരാമർശം അവിടെ എഴുതിയിട്ടുണ്ട്. नेहम्या की किताब 13 अध्याय उसका 3रा वचन जब हम लोग पढ़ेंगे, तो जब भी बंदीगृह से नेहम्या और लोग जब भी वापस आए तो वहां पर देख सकते हैं कि वहां पर नेहम्या ने मिली जुली हुई लोगों को नेहम्या ने बाहर करवाया करके हम लोग देख सकते हैं। ഈ സമ്മിശ്ര ജാതി ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേലിയരുടെ കൂടെ, എന്ന് വെച്ചാൽ ഇസ്രായേലിയർ എന്ന് പറയുമ്പോൾ യഹൂദ ജനം, സദേൺ ജൂഡായിലുള്ള ആൾക്കാരുടെ കൂടെ വന്ന സമ്മിശ്ര ജാതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
तो यहाँ पर ये जो इसराइल के लोग जो मिली जुली हुई लोगों के साथ जो शादी किया है, वो बेबीलोन के लोगों से शादी कर कर ये लोग जो है मिली जुली होकर इसराइल में नहीं तो यहूदा में वापस लौट के आया है। പക്ഷെ നെഹമ്യാവ് വളരെ സ്പഷ്ടമായി ഈ വിഷയത്തിൽ ഇടപെടുത്താൻ നമ്മൾ കാണുന്നത് ഈ സമ്മിശ്ര ജാതികളെ മുഴുവൻ പുറത്താക്കി കളഞ്ഞു. ഈ യഹൂദായെ ശുദ്ധീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് അത് ചെയ്തത്. और हमें पता है कि परमेश्वर का दास नेहमिया ने ऐसे मिली हुई जुली हुई लोगों को जो है बाहर किया कर कर हम लोग देख सकते हैं। ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നെഹമ്യാവ് ഈ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ ഈ നീക്കം ചെയ്ത പലരെയും പിന്നീട് കാണുന്ന ഒരു അനുഭവം നമ്മൾ 23-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. और नेहमिया ने तो इनको थोड़ा बाहर किया, लेकिन दोबारा ये लोग इस देश में आए कर कर उसका 23वां वचन जब हम लोग पढ़ते हैं तो देख सकते हैं। ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം, ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ മതി. 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ആ ने- കാലത്ത് ഞാൻ പാസ്റ്റർ नेहमिया की किताब 13 अध्याय उसका 23वां पंक्ति आप लोग जरा ध्यान दीजिए। ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും വരുതെന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു. എത്ര ശക്തമായ നടപടിയാണ് നെഹമ്യാവ് എടുത്തത്. देखिए नेहमिया की किताब 13 अध्याय उसका 24 से 23 से के नीचे पढ़ेंगे तो ऐसे मिली जुली हुई शादी किए हुए लोगों को कितना सख्त रीति से नेहमिया वहां पर कार्य करता है कर कर आप लोग उस वचन को पढ़ेंगे तो आप देख सकते हैं। ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്നത് ഈ മിക്സ്ഡ് ആയിട്ടുള്ള ഈ ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് അസ്തോദ്യ ഭാഷയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. देखिए वहां पर हम देख सकते हैं उसका 24वां वचन में कि ऐसे मिक्स्ड हो गए वे लोग, उनके बच्चे कौन सी बोली बोलती है, अशदोदी की बोली बोलते हैं कर कर उसका 24वां वचन में देख सकते हैं। അവർക്ക് യഹൂദ്യ ഭാഷ അറിയത്തില്ല. എന്താ യഹൂദ ഭാഷ അറിയേണ്ട അത്യാവശ്യം എന്താ കാര്യം? ന്യായപ്രമാണം യഹൂദ ഭാഷയിലല്ലേ എഴുതിയിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. यहूदी भाषा उनको नहीं पता है। यहूदी भाषा क्यों पता चल रहा है उनको? क्योंकि खुदावन का कलाम यहूदी भाषा में लिखा है, लेकिन ये बच्चों को यहूदी भाषा नहीं आता है। മനസ്സിലാകുന്നുണ്ടോ? ഈ മിക്സ്ഡ് റേസിന് എന്താ സംഭവിച്ചേ? ഇസ്രായേലിന്റെ ദൈവമായിട്ടോ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനകളുമായിട്ടോ വചനവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ये मिक्स्ड लोग जो मिली जुली हुई गिरोह जो है, इनको परमेश्वर के वचन के साथ कोई संबंध नहीं है। അതുകൊണ്ടാണ് നെഹമ്യാവ് അത്ര കർശനമായി അവരോട് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. और उसका 25वां वचन में देखो नेहमिया क्या कहता है कि मैंने उनको डांटा कोसा और कितनों के पिटवा दिया और उनके बाल निचवाए कर कर नेहमिया का वचन में हम लोग देख सकते हैं। ഇന്ന് ഏതെങ്കിലും പാസ്റ്റർമാർ അത് പ്രത്യക്ഷത്തിൽ ചെയ്താൽ അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. लेकिन अगर कोई पास्टर लोग आज अगर ऐसा काम करेंगे तो उसको उसी दिन निकाल देंगे बाहर। നമ്മളത് പ്രത്യക്ഷത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും വചനത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ശക്തമായി ഈ വിഷയത്തെ വെറുക്കുന്നു. तो हम लोग ये बात को अच्छी तरह समझना है। ऐसा मिली जुली हुई लोगों के साथ का विवाह जो है परमेश्वर जो है नफरत करता है। ഈ സമ്മിശ്ര ജാതി ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ കൂടിയാൽ വാഗ്ദത്ത ദേശത്തേക്ക് എത്തുന്നതിന് അതൊരു തടസ്സമായി തീരും. तो ये मिली जुली हुई लोग अगर एक साथ है तो वादा किया हुआ उस कनान की ओर जाने के लिए इन्हें बहुत ही मुश्किल को सामना करना पड़ेगा। ഈ മിക്സ്ഡ് മാരേജ് ആണ് മറ്റൊരു കാരണം ഈ സമ്മിശ്ര ജാതി ഇസ്രായേലിന്റെ കൂടെ കൂടുവാൻ. और ये मिक्स्ड लोग जो हैं इसी कारण की वजह से जो है इसराइल के साथ जुड़ गए कर कर हम लोग ने खरूज में देखा। എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിലവാരത്തിൽ ദൈവസഭയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടാ മതി, പെന്തക്കോസ്ത് ചേരാം എന്ന ചിന്തയോടെ സ്നാനപ്പെട്ട് അല്ലെ വിവാഹത്തിന് വേണ്ടി സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു കാര്യം ഞാൻ പറയാം, ആ പ്രവണത ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല.
देखिए, प्रभु के कलीसिया में किसी भी तरह बपतिस्मा लेकर चर्च के अंदर आना, नहीं तो पेंटिकॉस्ट में आना, इसके लिए बपतिस्मा लिया अगर कोई ऐसा है तो वैसा नहीं है प्रभु का वचन का कहने का तात्पर्य। ഇവിടെ സ്നാനമെടുക്കുക എന്ന കേവലം കാർമ്മികമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലപ്പുറമായി ദൈവവുമായി ബന്ധത്തിലേക്ക് വരുന്നതാണ്, ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതാണ് ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. देखिए मेरे प्रियो, एक बपतिस्मा लिया, ये बपतिस्मा लेकर कलीसिया का पार्ट हुआ, उससे भी बढ़कर परमेश्वर के साथ एक बंधन में आना, ये बहुत ही महत्वपूर्ण बात है। സ്നാനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ പ്രത്യക്ഷ അടയാളമായി, അല്ലെ അതിന്റെ ഒരു ബാഹ്യ വിളംബരമായാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പെന്തക്കോസ്തിൽ ചേരാൻ സ്നാനപ്പെട്ടാ മതി എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. तो हमारे अंदर ऐसा, देखिए बपतिस्मा एक बहुत ही महत्वपूर्ण बात है, लेकिन बपतिस्मा लेकर चर्च में जुड़ जाऊंगा या मसीह में आऊंगा ऐसा सोचकर बपतिस्मा लेना नहीं है हमें। അതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ താഴ്ത്താം. ഇങ്ങനെ ഈ വിഷയം അലട്ടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതപ്രകാരം റീഅലൈൻ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. तो प्रभु का वचन जो है हमें सही रीति से प्रभु के वचन हमें रियलाइन करे कि हम लोग क्यों परमेश्वर के पास आए। हमें बपतिस्मा लेकर पेंटिकॉस्ट में जुड़ने के लिए नहीं हम लोग आए, बल्कि प्रभु को जानकर प्रभु के साथ उस नित्य जीवन में भागी होने के लिए हम लोग परमेश्वर के साथ जुड़कर आए हुए हैं। അടുത്ത ഒരു കൂട്ടം, ഈ മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡ്, എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ചേർന്നതെന്നുള്ള മറ്റൊരു കാരണം നമുക്ക് ശ്രദ്ധിക്കാം. और तीसरा एक बात को देखेंगे, क्यों ये मिली जुली गिरोह इस्राएल के साथ जुड़ गए हुए, तीसरा रीजन को जरा देखेंगे। മറ്റൊരു കൂട്ടം എന്തിനാ ഇസ്രായേലിന്റെ കൂടെ ചേർന്നെന്ന് അറിയാമോ? ഇസ്രായേൽ നമുക്കറിയാം ഇസ്രായേലിൽ അടിമകളായിട്ടാണ് ജോലി ചെയ്തു വന്നത്. और ये तीसरा रीजन हम देखेंगे क्यों मिली जुली हुई लोग इसराइल के साथ जुड़ गए, क्योंकि इसराइल के लोग एक बंदीगृह में बंदी होकर, कैदी होकर मिस्र में थे। ഒരുപക്ഷെ നാളുകളായി അടിമവേല ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും, ഇസ്രായേലിയർ അല്ലാത്തവർ. और बहुत सारे लोग जो हैं वहां पर हैं, जो सालों से इस कैद खाने में जैसा है कैदी होकर जो हैं, जो मिस्र के लोग होंगे, इसराइली होना जरूरी नहीं है। അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോകുമ്പോൾ അതൊരു എസ്കേപ്പ് ആയിട്ടായിരിക്കും അവർക്ക് തോന്നുന്നേ. അങ്ങനെ പോകുമ്പോ അവരുടെ കൂടെ കൂടിയേക്കാം, ഇത് ഞങ്ങൾക്കും ഒരു എസ്കേപ്പ് ആകുമെന്ന് ചിന്തിച്ച ഒരു കൂട്ടം. ये तीसरा ग्रुप लोग क्यों आए मालूम है इसराइल के लोगों के साथ? इसके लिए आए कि एस्केप हो जाए, मतलब ऐसा कैद में हम लोग को अभी पड़ा नहीं रहना पड़ेगा। इसराइल लोग बच के कनान की ओर जा रहे तो हम भी बच जाएंगे सोचकर इसराइल के साथ जुड़े हुए तीसरा ग्रुप के लोग। എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇസ്രായേലിന്റെ കൂടെ പോയാൽ സുഖമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. उनको एक बात पता चला कि इसराइल लोगों के साथ जाना एक बहुत ही सुखदायक बात है, एक कंफर्टेबल बात है, सोचकर इसराइल के साथ जुड़ गए। ഇസ്രായേലിന്റെ കൂടെ പോയാൽ കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചോ കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ പാർപ്പിടത്തെക്കുറിച്ചോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സകലതും ഇസ്രായേലിയരുടെ ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. उनको अच्छी तरह पता है कि इसराइल के साथ हम लोग जाएंगे तो खाना पीना रहने के बारे में फिक्र करने की जरूरत नहीं है, वो सब कुछ प्रोवाइड करेगा सोचकर ये लोग इसराइल के साथ जुड़ गए। എന്തിനാണ് ഇന്ന് രാത്രികാലം ഞാൻ സമ്മിശ്ര ജാതിയെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിലും അല്ല ചിലപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ഈ ഒരു പ്രവണത ഉണ്ടാകാം. देखिए मैं यहां पर ये मिली जुली हुई गिरोह के बारे में क्यों बात कर रहा हूं, हमारे बीच में भी, हमारे लोगों में भी ये बातें, ये सोच के साथ चर्च के अंदर आए हुए लोग होंगे। എന്ന് പറഞ്ഞാൽ സമ്മിശ്ര ജാതി ഇന്ന് സഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. देखिए ऐसे मिली जुली हुई गिरोह कलीसिया के अंदर है, चर्च के अंदर है, कर हम लोग अच्छी तरह समझना है। എന്ന് പറഞ്ഞാൽ ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ പുറകെ പോകുന്നവർ. सबसे पहले हमने देखा केवल चमत्कार के लिए ये परमेश्वर यीशु मसीह के पीछे जाने वाले लोग। മിക്സ്ഡ് മാരേജിൽ കൂടി ഞാനും കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് കാണിക്കുന്ന ഒരു രീതി. मिक्स्ड मैरिज के साथ ये बोलकर आए कि मैं भी हूं पार्ट बोलकर आने वाले लोग।
മൂന്നാമതായി ഒരു വേ ഓഫ് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ കൂടിയാൽ കുശാലാണ്. और तीसरा ग्रुप जो है, इनके साथ जुड़ेंगे तो बहुत ही अच्छा होगा, बहुत ही कुशाल होगा सोचकर आने वाले तीसरा ग्रुप। ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന അല്ലെ ദൈവമക്കളുടെ കൂടെ നമ്മൾ കൂടിയതിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണോ? क्या प्रभु के लोगों के साथ हम लोग क्यों जुड़े हैं? ताकि हमारा जीवन अच्छा, बेटर और कंफर्टेबल हो जाए। ഞാൻ അല്പം പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാം. ഒരുപക്ഷെ എന്റെ ജോലി നഷ്ടപ്പെട്ടു, പക്ഷെ ഈ സഭയിൽ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന ഉദ്ദേശത്തോടെ ആണോ നമ്മൾ ഈ സഭയോട് ചേർന്നിരിക്കുന്നത്? एक प्रैक्टिकल बात मैं आपसे कहता हूं, आपका जॉब शायद गया होगा, आपने देखा कि आपको जॉब दिलाने वाला कोई एचआर मैनेजर हो या दूसरा कोई सुपरवाइजर हो, वो इस चर्च में जाता है, इसके लिए वो चर्च में आप पार्ट हो गए हैं क्या? എന്ന് പറഞ്ഞാൽ എന്റെ നിത്യവൃത്തി നടക്കുന്നതിന് വേണ്ടി ഒരു സോഴ്സായി ഞാൻ ദൈവസഭയോ ദൈവത്തെയോ കണ്ടിട്ടുണ്ടോ? क्या मेरा जीवन दिन प्रतिदिन अच्छा होने के लिए क्या मैंने चर्च को एक सोर्स, चर्च को एक मैंने एक जरिया जैसा देखा है क्या? എന്ന് വെച്ചാൽ ചർച്ച് വന്ന ഞാനൊന്നും അറിയണ്ട, ചർച്ച് എന്റെ ഒരു ജീവിത മാർഗമായി ഞാൻ അവലംബിച്ചിട്ടുണ്ടോ? चर्च के अंदर आएगा तो मुझे कुछ पार्ट नहीं है उसमें, बल्कि चर्च में मुझे क्या फायदा होगा, ये सोचकर हम लोग कलीसिया के अंदर आते हैं क्या? ഇങ്ങനെ ഒരു പ്രവണത നമ്മളിൽ ഉണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, സമ്മിശ്ര ജാതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. अगर हम चर्च में से फायदा उठाने के लिए चर्च के साथ हम लोग इसके लिए जुड़े ताकि हमको हमारा जीवन कंफर्ट होने के लिए, तो मैं आपसे कहता हूं कि आप मिली जुली हुई गिरोह के साथ है। നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവസഭയോട് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ സഭയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എനിക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നല്ല, എനിക്ക് എങ്ങനെ സഭയ്ക്കൊരു ഗുണമായി തീരാൻ കഴിയും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. देखिए, कलिसिया में मैं और आप लोग पार्ट इसके लिए हुए नहीं हुए कि कलिसिया से मुझे क्या फायदा होगा, ये नहीं, बल्कि मैं किस तरह कलिसिया को फायदा हो सकता हूं, हो सकती हूं, इसके लिए परमेश्वर ने मुझे कलिसिया के साथ जोड़ के रखा हुआ है। അങ്ങനെ ശരിയായ കാഴ്ചപ്പാടുള്ളവരായി നാം തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. तो ऐसा एक दर्शन जीने के लिए परमेश्वर मुझे और आप लोगों को शक्ति और सामर्थ्य दे। മറ്റൊരു കാരണം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അവസാനത്തെ കാരണമായി നമ്മൾ കാണുന്നത്, ഒരു കൂട്ടം ഈ സമ്മിശ്ര ജാതിയിലുള്ള ചിലർ കൂടി വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ വിഷയം അത്ഭുതമല്ല, അവരുടെ വിഷയം മിക്സ്ഡ് മാരേജ് അല്ല, അവരുടെ വിഷയം ലൈവ്ലിഹുഡ് അല്ല, അവരുടെ വിഷയം എന്താണെന്നറിയാമോ? വെറുതെ കൂടിയ കുറച്ചുകൂടെ. और चौथा एक ग्रुप है, उनका जीवन में चमत्कार नहीं है विषय, उनका जीवन में मिक्स्ड मैरिज नहीं है, उनका जीवन में उनको कुछ फायदा मिलेगा ये नहीं है, बस जाने के लिए बस ऐसे ही जुड़ गए हुए चौथा ग्रुप को देख सकते हैं। ഇങ്ങനെ സിംപ്ലി വെറുതെ ടൈം പാസിന് വേണ്ടി കൂടിയത്. और ऐसे टाइम पास के लिए जुड़े हुए चौथा ग्रुप को हम लोग देख सकते हैं। എന്തിനാ ഇസ്രായേലരുടെ കൂടെ കൂടിയ? ചുമ്മാ അത് വെറുതെ, ഞാൻ അവര് പോകുന്ന അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൂട്ടം. इसराइल के साथ क्यों जुड़ गए? क्योंकि बस मैं निकलने के लिए जा रहा हूं बोल के सिंपली उनके पीछे गए हुए कुछ लोग। ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത്ര വലിയ പ്രശ്നമുള്ള ഒരു കൂട്ടരായിരിക്കത്തില്ല എന്ന്. കാര്യം മിറക്കിൾസ് ആണെങ്കിൽ അത് അവര് മിറക്കിൾ മാത്രമേ നോക്കത്തുള്ളൂ. മിക്സ്ഡ് മാരേജ് ആണെങ്കിൽ അത് പ്രശ്നം. ഇനി ലൈവ്ലിഹുഡ് മാത്രം നോക്കുന്നവരാണെങ്കിൽ അത് പ്രശ്നം. ഇനി സിംപ്ലി അങ്ങ് പോകുന്നവരാണെങ്കിൽ ഇവര് വലിയ പ്രശ്നക്കാരായിരിക്കത്തില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. हम लोग ऐसा सोचते हैं कि चौथा ग्रुप जो ऐसे ही गए हुए, ये लोग इतना प्रॉब्लम वाले नहीं है कर हम लोग को लगता होगा। हमको ऐसा लगेगा कि जो पहला ग्रुप है जो चमत्कार देखते हैं वो तो खाली चमत्कार ही चाहिए, दूसरा ग्रुप मिक्स्ड मैरिज है, तीसरा ग्रुप जो है ये लोग जो है अपने बेनिफिट को देखने वाले लोग हैं, ये लोग सारे प्रॉब्लम करने वाले लोग हैं। लेकिन चौथा ग्रुप जो ऐसे ही गए ये तो उतना बड़ा प्रॉब्लम करने वाले नहीं है कर हमें शायद लगता होगा। ഞാനൊരു കാര്യം പറയട്ടെ, ഈ മുമ്പിൽ പറഞ്ഞ പല കാരണങ്ങളെക്കാളും വളരെ ഭയാനകമായ ഒരു കാരണമാണിത്. लेकिन ये पहला 3 ग्रुप से भी बढ़कर है, प्रॉब्लम वाले हैं चौथा ये ग्रुप लोग। എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ് കൂടിയിരിക്കുന്നതെങ്കിലും സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാകാൻ ഈ സമ്മിശ്ര ജാതി മതി. देखिए, इनके जीवन में कोई लक्ष्य नहीं है, कोई मकसद नहीं है, लेकिन कलीसिया के अंदर प्रॉब्लम करने के लिए ये जो गिरोह है, नहीं तो ये जो मिली जुली हुई गिरोह है, ये काफी है।
ഈ പ്രവണത ഉള്ളവരുടെ ഒരു പ്രത്യേകത ഞാൻ മറ്റൊരു വാക്യത്തിൽ നിന്ന് പരിചയപ്പെടുത്താം. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 32-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 32-ാം വാക്യം. अमाल 19वां अध्याय उसका 32वां वचन, एक्ट्स चैप्टर 19 वर्सेस 32. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ജനസംഘം കലക്കത്തിലായി, മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. അവിടുത്തെ സന്ദർഭം നമുക്ക് നന്നായിട്ട് അറിയാം. എഫെസോസിൽ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ ആ ഒരു കലഹമുണ്ടായതിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് അവിടെ നമ്മൾ വായിച്ചത്. और अमाल 19वां अध्याय उसका 33वां वचन में 32वां वचन में हमने जो देखा वो संदर्भ क्या है हमें पता है. एफेसोस की जगह पर अर्थमिस देवी के उस क्षेत्र में आकर हो गया हुआ, इकट्ठा होकर झगड़ा हो गया हुआ, उस बात को जो है दर्शाया गया है. അപ്പോസ്തലനെ പൗലോസും തന്റെ കൂടെയുള്ള തന്റെ ശുശ്രൂഷകന്മാരും കൂടെ അവർ ആ ദേശത്ത് വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു മാറ്റത്തോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ ചലനത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. और ये बातें वहां पर इस प्रकार लिखा है, जब पौलुस और पौलुस के साथी कर्मी लोग जब एफेसोस में आए थे, और उनके सुसमाचार के कारण वहां पर हो गया हुआ हलबली को जो है वहां पर बताया गया है. ഇവിടെ ജനം മുഴുവൻ കലക്കത്തിലായി, ഇവരെല്ലാം പൗലോസിന് എതിരെ തിരിയുക. और ये सारे इकट्ठे होकर पौलुस के खिलाफ हो गए करके देख सकते हैं. അതിന്റെ മധ്യത്തിലാണ് ഈ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കലക്കം കേട്ടപ്പോ ഒരു കൂട്ടം ഇവരുടെ കൂടെ കൂടി. और इसके बीच में हम लोग देखते हैं कि ये जो अलबली मचा, उसके बीच में कुछ ग्रुप जो है इनके साथ जुड़ गए. പക്ഷെ വന്നുകൂടിയ സംഗതി എന്തെന്ന് പലർക്കും അറിയാഞ്ഞത് കൊണ്ട് ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെ ആർത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. देखिए 32 में हम क्या देखते हैं कि जब ये आए हुए लोगों को पता नहीं कि किसके लिए आए हैं, क्या है मसला करके, लेकिन कुछ लोग ये कहने लगे, वो कहने लगे, और कंफ्यूज्ड हो गए हुए ग्रुप को हम लोग वहां पर देख सकते हैं. ഇംഗ്ലീഷിൽ ഇത് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്, എല്ലാം അലയും ബഹളവും കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ അവരെന്തിനാ വന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. इंग्लिश ट्रांसलेशन में इसलिए बताया कि बहुत चिल्लाहट के बाद जो आए हुए लोगों को खुद को नहीं पता वो लोग क्यों आए करके. അങ്ങനെ ഒരു കൂട്ടമുണ്ട്. ബഹളം ഉണ്ടായപ്പോ കൂടെ കൂടിയൊക്കെ എന്തിനാ വന്നേ അറിയത്തില്ല, എന്തിനാ ഒച്ച ഉണ്ടാക്കി അറിയത്തില്ല, അങ്ങ് ഒച്ച ഉണ്ടാക്കിയതാ. देखिए जब ये चिल्लाहट सुनकर आए हुए लोग, वो लोग भी साथ में चिल्लाया, लेकिन चिल्लाना जब बंद हो गया, उनको भी नहीं पता क्यों चिल्लाया करके. ഒരു ലക്ഷ്യവുമില്ലാതെ വന്നതാ, പക്ഷേ ആ കലക്കത്തിൽ ഇവർക്കും ഒരു പങ്കുണ്ട്. देखिए कोई लक्ष्य नहीं था, कोई पर्पस नहीं था, लेकिन इनका जो चिल्लाना, इनका जो पार्टिसिपेशन है, ये प्रॉब्लम में भी इनका पार्टिसिपेशन है करके हम लोग अच्छे से देख सकते हैं. നമ്മളിൽ ചിലർ പറയുമായിരിക്കാം, ദൈവസഭയിൽ ഞാൻ സിംപ്ലി ദൈവസഭയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കും, ഇന്ന സഭയിലാണ് പോകുന്നത്, അതെ അതെ ഞാൻ ഈ സഭയുടെ ഭാഗമാ, ഞാൻ സിംപ്ലി ഞാൻ വേറെ ഒന്നും സഭയ്ക്ക്, ചിലർ പറയാലോ ഞാൻ ഗുണവും ചെയ്യുന്നില്ല ഞാൻ ദോഷവും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാ. कुछ लोग कहते हैं ना कि मैं कलीसिया को कोई प्रॉब्लम भी नहीं करता हूं, मैं कुछ बोलता भी नहीं, मैं चुप बैठता हूं, तो गुण भी नहीं करता, दोष भी नहीं करता हूं, बस मैं सिंपली जाता हूं कलीसिया में. ऐसे बोलने वाले लोग हैं कलीसिया के अंदर. ഇത് ഭയങ്കര അപകടം പിടിച്ച ഒരു കാര്യമാണ്. ये बहुत ही भयानक बात है कलीसिया के अंदर ऐसे लोग. എന്താണെന്നറിയാമോ, ലക്ഷ്യമില്ലാതെ കൂടെ കൂടിയത് കൊണ്ട് ഏതു പക്ഷം തിരിയാനും നമ്മൾ ഫ്ലെക്സിബിൾ ആകും. तो लक्ष्य नहीं है, मतलब जीवन में कोई मकसद नहीं है, इसके लिए ग्रुपिज्म बनाकर एक होकर लड़ाई करने के लिए, यूनिटी लेके आने के लिए हम लोग तैयार हो जाते हैं. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തൊരു വിഷയം വന്നാൽ ഇങ്ങനെ അഭിപ്രായം പറയും അങ്ങനെ അഭിപ്രായം പറയും എന്ന് പറഞ്ഞാൽ ഏതു പക്ഷത്തും മാറി നിൽക്കാൻ അവർക്ക് കഴിയും. मतलब ये ग्रुप लोगों का प्रॉब्लम क्या मालूम है, कलीसिया के कुछ बातों में उनके साथ भी रुकेंगे, फिर इनके साथ भी रुकेंगे, उधर भी रुकेगा, इधर भी रुकेगा, हर बात में ये लोग रुकेंगे. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, എന്റെ ഭർത്താവ് ഈ സഭയിൽ പോകുന്നതുകൊണ്ട് ഞാനും വരുന്നു, അല്ലെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മാതാപിതാക്കൾ ഈ ചർച്ചിലാ പോകുന്നത് അതുകൊണ്ട് ഞാനും ഈ ചർച്ചിൽ പോകുന്നു എന്ന മനോഭാവമാണോ നമുക്കുള്ളത്? क्या हमारे अंदर ये चिंता है कि मेरा पति जाता है इसके लिए मैं भी जाती हूँ, या मेरा बीवी जाता है इसके लिए मैं भी जाता हूँ, मेरे बच्चे जाते हैं इसके लिए मैं भी जाता हूँ, ये सोच के साथ क्या हम लोग कलीसिया के अंदर आए हैं क्या?
സിംപ്ലി നമ്മൾ വന്ന് സമയം കളയുന്നതാണോ ദൈവസഭയിലേക്ക് നമ്മൾ വരുന്നത്, അതോ നമുക്ക് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടാണോ നമ്മൾ ദൈവസഭയോട് ചേർന്ന് പോകുന്നത്? सिंपली कलिसिया में आने के ये सोच में हम लोग आ रहे हैं, या सच में खुदावन के साथ हमारा एक अच्छा अटूट बंधन में बढ़ने के लिए हम प्रभु की कलिसिया में आ रहे हैं क्या? നമ്മുടെ ജീവിതങ്ങളെ ഈ രാത്രികാലം നമുക്ക് ശോധന ചെയ്യാം. എങ്ങനെയെങ്കിലും കൂടെ കൂടി ഒരു കൂട്ടമായി പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. मेरे प्रियो, आज हम लोग सच में लौट कर आए, प्रार्थना करें, कैसा भी एक झुंड होकर जाने के लिए नहीं प्रभु हमसे चाहता है, बल्कि वास्तविक तौर से हमारे जीवन के मकसद को जानकर कलिसिया का पार्ट होने के लिए प्रभु हमसे चाहता है. പാരമ്പര്യത്തിന്റെയും പഴയ ആചാരങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് എന്തിനാ കൊണ്ടുവന്നതെന്ന് അറിയാമോ? വെറുതെ വന്ന് ആരാധന കണ്ടേച്ചു പോകാൻ വേണ്ടിയല്ല, കർത്താവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ്. ट्रेडिशंस में और ऐसे ऐसे अंधकार में से प्रभु ने हमको क्यों छुटकारा देकर कलिसिया में लेके आया, ताकि हम एक मकसद जो खुदावन ने हमको बुलाया उस मकसद से जीने के लिए प्रभु ने हमको लेके आया है. ഇനി അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ കൂടെ കൂടെ ഈ സമ്മിശ്ര ജാതി നിമിത്തം ഇസ്രായേലിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടായതെന്ന് നമുക്ക് വചനത്തിൽ കൂടി നോക്കാം. आखिर में हम लोग ये बात को देखेंगे, ऐसा मिली जुली हुई गिरोह इनके साथ जब भी जुड़ गया तो इसराइल को फायदा हुआ या नुकसान हुआ, वो बात को हम लोग देखेंगे. ഈ മിറക്കിൾസ് മാത്രം, അത്ഭുതങ്ങൾ മാത്രം നോക്കി മിക്സ്ഡ് മാരേജിൽ കൂടി വന്ന, അതുപോലെ സ്വന്തം ജീവിത മാർഗമായി ഈ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കൂടിയ, അല്ലെങ്കിൽ വെറുതെ ഈ കൂടി വന്ന ആൾക്കാർ നിമിത്തം ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? देखिए, ऐसा चमत्कारकारी देखकर या मिक्स्ड मैरिज कर कर या अपना खुद का बात को देखकर, अपना खुद का फायदा को देखकर, या सिंपली चर्च के अंदर आए हुए लोगों के कारण इसराइल को हो गया वो नुकसान क्या क्या है कर कर देखिए. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. गिनती का पुस्तक 11 अध्याय उसका 4था वचन. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കില്ലേ, Numbers chapter 11 verses 4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർത്തരും, ഞങ്ങൾ മിസ്രയീമിൽ വച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ വാക്യം? 11 अध्याय का 4था वचन से आप जरा देखिए, मिली जुली हुई लोग जो है तरह तरह के जो है बातों का फुड़फुड़ाने लगे और कहा कि हमें गोश्त खाना है, हमें केवल यहाँ पर प्याज और खरबूजे लहसुन है करके बोलकर फुड़फुड़ाने लगे कर हम लोग देख सकते हैं. ഇസ്രായേലിന്റെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ കൂടെ കൂടിയ ആൾക്കാർ എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രശ്നങ്ങൾ അല്ലെ പ്രതിസന്ധികൾ മുമ്പിൽ വന്നപ്പോൾ അവര് പ്രതികരിച്ചത് കണ്ടോ? देखिए, जब भी प्रॉब्लम सामने आया तो खुदावन के साथ कोई रिश्ता नहीं है, ये मिली हुई जुली हुई लोग किस तरह रिस्पॉन्ड किया, अगर आपने देखा है क्या? അവിടെ ഒരു പ്രയോഗം എഴുതിയിരിക്കുന്നത്, സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി, ഇംഗ്ലീഷിൽ ലസ്റ്റ് എന്നൊരു പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. और उसका 4था वचन में लिखा है कि मिली जुली हुई भीड़ लोग जो है तरह तरह की ईर्षा उनके अंदर, इच्छा उनके अंदर आने लगा. എന്ന് പറഞ്ഞാൽ ദേ ആർ ക്രേവിംഗ്, ആഹാരത്തിന് വേണ്ടി ക്രേവ് ചെയ്യുക. और खाने के लिए उनके अंदर लालसा, बुरी इच्छा उनके अंदर आ गई. തീവ്രമായ ആഗ്രഹത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. വെറും ജസ്റ്റ് ഒരു ആഗ്രഹമല്ല, തീവ്രമായ ആഗ്രഹം. मतलब ये एक सादा इच्छा नहीं है, बल्कि तीव्र है. मतलब जोर से आया हुआ ग्रीड को, लस्ट को हम लोग देख सकते हैं. ഇവിടെ ക്രേവ് കൂടി കഴിഞ്ഞപ്പോ എന്താ പിന്നെ വരുന്നത്? കംപ്ലൈന്റ്. जब भी क्रेविंग बढ़ गया तो ये लोग बुड़बुड़ाने लगे. എന്താ അവിടെ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്? ഞങ്ങൾ മിസ്രൈമിൽ ഭയങ്കര സമൃദ്ധമായി, ഞങ്ങൾ ഏറ്റവും നല്ല നിലവാരത്തിൽ ആഹാരമൊക്കെ കഴിച്ചിരുന്നവരാ, പക്ഷെ ഇവിടെ വന്നപ്പോ ഇപ്പൊ ഒന്നും ഇല്ല. ये लोगों का कंप्लेंट क्या है? जब हम लोग मिस्र में थे, इतने अच्छे अच्छे खाने खाते थे, लेकिन अब ये मरुस्थल में, जंगल में हमें कुछ भी नहीं है बोलकर कंप्लेंट करने शुरू हो गए.
ഇത് കണ്ടോ, അത്ഭുതം മാത്രം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇതാണ് വിഷയം. अगर अद्भुत काली देखकर, चमत्कार काली देखकर प्रभु के पास आए तो विषय के सामने हम लोग कंप्लेंट बोलने शुरू कर जाएंगे. അത്ഭുതങ്ങളുടെ പുറകെ മാത്രം നടക്കുന്നവരുടെ കംപ്ലൈന്റുകൾ ഒരിക്കലും തീരത്തില്ല. जो चमत्कार को देखकर यीशु के पीछे या प्रभु के पीछे आए हुए लोगों का कंप्लेंट कभी बंद नहीं होता है. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇവർക്ക് ഒരിക്കലും തൃപ്തി വരാത്തൊരു കൂട്ടമോ, ഒരിക്കലും തൃപ്തി വരത്തില്ല. ये लोगों को कभी तृप्त नहीं होता, ये लोग कभी तृप्त नहीं होते हैं. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് ഈ സഹോദരി എന്താ സമ്മിശ്ര ജാതിയെ കുറിച്ചാണോ പ്രസംഗിച്ചത്, ഇതൊക്കെയാണോ പ്രസംഗിക്കേണ്ടേ, നാളെ പാസ്റ്റർ ഈ ഭാഗമാണോ പ്രസംഗിച്ചത്, ഇങ്ങനെ നിരന്തരമായി കംപ്ലൈന്റുകൾ മാത്രമുള്ളവരാണോ നമ്മൾ? क्या ऐसा कंप्लेंट करने वाले लोग हैं कि आज एक मीटिंग में एक सिस्टर आई थी, उसने मिक्स्ड मैरिज के बारे में प्रचार किया, नहीं तो पास्टर हमेशा ये प्रचार करता है, ऐसा हमेशा कंप्लेंट करने वाले लोग हैं क्या हम लोग? നമ്മള് ചിലരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്പസമയം ഇരുന്നാൽ മതി, നമ്മുടെ തല പെരുക്കുന്ന പോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. कुछ लोगों के साथ अगर थोड़ा मिनट अगर हम लोग टाइम बिताएंगे तो हमारा सर जो है फटना शुरू हो जाता है. ചിലരെ സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സുകളാ, വാ തുറന്നാൽ കംപ്ലൈന്റ് അല്ലാതെ ഒന്നും വായിൽ നിന്ന് വരത്തില്ല. कुछ लोग जो कंप्लेंट बॉक्स के जैसे मुंह खोलते ही कंप्लेंट के अलावा दूसरा कुछ भी नहीं आता है उनके मुंह से. എന്തുകൊണ്ടാ എപ്പോഴും പരാതികളും പരാധീനതകളും നമ്മുടെ നാവിൽ കൂടി വരുന്നതെന്ന് അറിയാമോ? തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. हमारे मुंह से कंप्लेंट क्यों आते मालूम है? हम लोग को अंदर तृप्त नहीं है, सेटिस्फाइड नहीं है, कंटेंट नहीं है, इसके लिए हमारे मुंह से कंप्लेंट्स आते रहते हैं. ഈ ജനത്തെ കുറിച്ച് സങ്കീർത്തനങ്ങൾ 78-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. और जबूर भजन संगीता 78 का 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 78 का 18 से लेके वचन को जरा ध्यान से देखिए. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. उस 18 और 19 और 20 वचन को देखे तो उन्होंने अपनी ख्वाहिश से मुताबिक खाना मांगा और दिल में खुदा को आजमाया कर देख सकते हैं. और बियाबान में क्या खुदावंद हमें ये गोश्त खिलाएगा? चट्टान में को मारकर पानी तो पिलाया, क्या हमें रोटी भी दे सकता है? कर कंप्लेंट करता हुआ ग्रुप को हम लोग यहाँ पर देख सकते हैं. ശ്രദ്ധിച്ച അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇനി പാറയെ പിളർന്ന് ദൈവം വെള്ളം തന്ന സത്യമാ, പക്ഷെ ഇനി മാംസം തരാൻ ദൈവത്തിന് കഴിയുമോ? കണ്ടോ, ഇതാ ഈ സമ്മിശ്ര ജാതിയുടെ പ്രശ്നം. देखिए इसका 20वां वचन में ये लोग कहते हैं कि देखो परमेश्वर तो चट्टान को तो मारकर पानी तो फूट कर पिलाया, क्या नदी बह सकता है या रोटी हमें दे सकता है? ये सवालों को, ये कंप्लेन को ये मिली जुली हुई गिरोह करते हैं. ഒരിക്കലും തൃപ്തി വരാത്ത, ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം. ये ऐसा ग्रुप है जो खुदावंत के बातों पर तृप्त नहीं होते, विश्वास नहीं करने वाले. ये ग्रुप को हम लोग देख सकते हैं. അത്ഭുതത്തിന്റെ പുറകെ പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ദൈവം ഇടപെട്ടു, ഇനി ഇതിനകത്ത് ഇടപെടുമോ? കാര്യം ദൈവവുമായിട്ടൊരു ബന്ധമില്ല. ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ മാത്രമേ അവർ ശ്രദ്ധ ചെലുത്തുന്നുള്ളൂ. ദൈവം ആരാണെന്നുള്ളത് അവർ നോക്കുന്നില്ല. जब भी जंगल में ये खाना पीना सब कुछ जब भी बंद हुआ तो इनका कंप्लेंट हो गया, क्योंकि उन खुदावंत के कामों को ही काली लोग देखते हैं. खुदावंत कौन है, खुदावंत का कैरेक्टर क्या है, खुदावंत कैसा, ये जानने वाले लोग नहीं है. खुदावंत के साथ एक अटूट बंधन नहीं है, इसके लिए कंप्लेंट बॉक्स होकर ये लोग कंप्लेंट कर रहे हैं. നമ്മളിൽ ഇതുപോലെയുള്ള പ്രവണത ഉണ്ടോ പ്രിയമുള്ളവരെ? കംപ്ലൈന്റുകൾ മാത്രം, വാ തുറന്നാൽ പരാതികളല്ലാതെ മറ്റൊന്നും പുറത്തു വരാത്തവരാണോ നമ്മൾ? क्या मैं और आप लोग हमारे जीवन में ऐसे ही है? क्या मुंह खोलते ही प्रभु को धन्यवाद नहीं होता, बल्कि हमेशा कंप्लेंट ही होता है हमारे मुंह से? സഭയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ പാസ്റ്റർക്ക് എന്ന് വചനം പഠിപ്പിക്കാനേ സമയമുള്ളോ? ഉണർവ് പ്രസംഗങ്ങൾ ഒന്നുമില്ലേ? ഉപവാസ പ്രാർത്ഥന 3 ദിവസമേ ഉള്ളോ? 7 ദിവസം വെച്ചാൽ എന്താ? എന്തിന് ഈ രാവിലെ വൈകിട്ട്? രാവിലെ മാത്രം പോരെ?
അങ്ങനെ ഒന്നല്ല രണ്ടല്ല, പരാതികൾ മാത്രം പറയുന്നവരാണോ നമ്മൾ? क्या हम लोग ऐसे ही कंप्लेन करने वाले लोग हैं क्या? ये पास्टर हमेशा वचन ही सिखाता है चर्च में, कोई एनकरेज करने वाला कोई बात नहीं बोलता है, नहीं तो हमारे भौतिक आवश्यकों के बारे में कुछ बोलता नहीं है, बल्कि हमें एंटरटेन नहीं करता। उपवास प्रार्थना 3 दिन क्यों रखा, 7 दिन क्यों नहीं रखा, सुबह और शाम क्यों किया? मतलब हर बात में इनका कंप्लेंट है। ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഇല്ലാതെ, ഈ ദൈവത്തെ വ്യക്തിപരമായി അറിയാതെ, ഈ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ വരാതെ, ഈ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരാതെ, ഈ ദൈവം ചെയ്ത ചില പ്രവർത്തികളെ മാത്രം കണ്ട് കടന്നു വന്ന ഈ സമ്മിശ്ര ജാതി എല്ലാ കാലത്തും ഇസ്രായേലിന് ഒരു തലവേദനയായിട്ടാണ് നമ്മൾ കാണുന്നത്. ये मिली जुली हुई लोग जो खुदावन को नहीं जानते थे, व्यक्तिगत तौर से नहीं जानने वाले ये लोग, हर समय इसराइल को एक सरदर्दता कर कर हम लोग देख सकते हैं। ഇവിടെ നമ്മൾ കാണുന്നത് ഈ പരാതികളും പരാധീനതകളും കൊണ്ട് അവസാനിക്കുകയല്ല. ഇവരവിടെ ചെയ്യുന്നത് ഈ സമ്മിശ്ര ജാതി നിമിത്തം ബാക്കിയുള്ള ഇസ്രായേലും കൂടെ കരയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. और ये लोग इनको काली कंप्लेन नहीं कर रहे, बल्कि ये लोग इन्फ्लुएंस भी कर रहे हैं। इसराइल लोगों को भी ये बात को इन्फ्लुएंस करता हुआ हम लोग देख सकते हैं। ഒരു ചെറിയ കൂട്ടമാ, പക്ഷെ ഈ ജനതയെ മുഴുവൻ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? देखिए, एक छोटा झुंड है, लेकिन ये छोटा झुंड के कंप्लेंट के वजह से पूरे इर्द गिर्द के लोग जो इन्फ्लुएंस्ड हो गए कर हम लोग देख सकते हैं। 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. देखिए, पौलुस किस तरह पहले कोरिन्थियों में इस तरह लिखा है कि छोटा कमीर जो है पूरे चीज को जो है पूरा बदल देता है। നമുക്കറിയാം, അമ്മമാർക്ക് നല്ല പരിചയമാണ്. ഒരല്പം ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ചില മണിക്കൂറുകൾക്കകം ആ മാവ് പൊന്തി വരും. आप सबको मालूम है, ईस्ट या कमीर थोड़ा सा डाल दो तो वो क्या होता है, फुक के आता है, फुल के आता है। ഇതുപോലെ സഭയ്ക്കകത്തും ഒരു ചെറിയ ഒരു വാക്ക്, ഒരു ചെറിയ വെറുതെ പറഞ്ഞ വാക്കായിരിക്കാം, ഒരു പക്ഷെ ഒരു ലക്ഷ്യവും ഇല്ലാതെ പറഞ്ഞ വാക്കുകളായിരിക്കാം, എങ്കിൽ പോലും കൃപയോടെ അല്ലാതെ പറയുന്ന വാക്കുകൾ സഭയ്ക്കകത്ത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകാനിടയായി തീരും. मेरे प्रियो, शायद हमने छोटा एक वर्ड बोला होगा, ऐसे ही बोल दिया होगा, लेकिन वो छोटा वर्ड भी इन्फ्लुएंस कर सकता है कर मेरे प्रियो, आज सारे लोग समझना है। ഇവരെന്നിട്ട് അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇനി മിസ്രൈമിലേക്ക് മടങ്ങി പോകുവാൻ വേണ്ടി ഇസ്രായേലിനെ മുഴുവൻ ക്യാൻവാസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. और ये लोग इस तरह इन्फ्लुएंस करता है कि इसराइल के लोगों को वापस मिस्र में जाने के लिए प्रोत्साहित करता हुआ हम लोग देख सकते हैं। അടുത്തതായി നമ്മൾ കാണുന്നത് ഈ സമ്മിശ്ര ജാതിയുടെ ഇടപെടൽ നിമിത്തം ദൈവത്തിന്റെ കോപം ഇസ്രായേലിന്റെ മേൽ ജ്വലിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. और हम आगे देखते हैं कि इसराइल के ये मिली जुली हुई लोगों के कारण इसराइल के ऊपर परमेश्वर का क्रोध गसब आए कर हम लोग देख सकते हैं। നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ നമ്പേഴ്സ് ചാപ്റ്റർ 11 മുഴുവൻ ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ 10 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ഇവർക്ക് ആഹാരം കൊടുത്തു, ഇവര് ചോദിച്ച മാംസം കൊടുത്തു, പക്ഷെ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇത് അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവരെ ന്യായം വിധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. गिनती के पुस्तक 11वां अध्याय पूरा टाइम जब भी निकाल कर पढ़ेंगे तो हम देखते हैं कि गोश्त उनके मुंह में ही था, तब परमेश्वर ने उनको न्याय किया कर वहां पर उस कलाम में हम लोग देख सकते हैं। എത്ര ഭയാനകമായ ഒരു അനുഭവമാണ് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ये कितना भयानक अनुभव है कर आप लोग समझना मेरे प्रियो। ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് പുറകെ അടുത്ത അനുഗ്രഹമായി അടുപ്പിച്ച് ലഭിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടായിട്ട് തരുന്നതാണെന്ന് നാം വ്യാമോഹിക്കരുത്. हम लोग ऐसा नहीं सोचना कि एक ब्लेसिंग के ऊपर दूसरा ब्लेसिंग, तीसरा ब्लेसिंग जब आ रहे तो परमेश्वर हमसे प्रेम करता है इसके लिए आ रहे कर नहीं समझना। गोश्त मांगा हुआ लोगों को परमेश्वर ने गोश्त दिया, रोटी मांगा हुआ लोगों को रोटी दिया, ये परमेश्वर उनसे खुश है इसके लिए दिया कर कोई नहीं सोचना। ഒരു പക്ഷേ നമ്മളിൽ ചിലർ ന്യായവിധിയുടെ വക്കീലായിരിക്കാം, ആർക്കറിയാം. क्या पता कि हम में से बहुत सारे लोग परमेश्वर का ब्लेसिंग है कर सोचता है, ये सच में परमेश्वर का जजमेंट हो सकता है।
ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം പറയുവാ, നീ അപ്പമല്ലേ ചോദിച്ചത്, ഇന്നാ അപ്പം. നീ മാംസമല്ലേ ചോദിച്ചത്, ഇന്നാ മാംസം. പക്ഷെ ആ വായിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്കെതിരായി ന്യായവിധി വന്നതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നു. आपने रोटी मांगा ना, ये लो रोटी। आपने गोश्त मांगा ना, ये लो गोश्त। जब ये खाने के वक्त ही परमेश्वर का न्याय उनके ऊपर आया कर हम लोग देख सकते हैं। ഈ ഒരു കൂട്ടം, ഈ സമ്മിശ്ര ജാതി ഇസ്രായേലിന്റെ കൂടെ കൂടിയത് കൊണ്ട് ഇവരെയും പിറുപിറുപ്പിലേക്ക് നയിക്കുന്നവരാക്കി തീർത്തു. देखिए, ये मिली जुली लोगों के गिरोह के कारण इसराइल लोग भी परमेश्वर के क्रोध के नीचे आया कर हम लोग देख सकते हैं। വിട്ടുപോയ മിസ്രൈമിലേക്ക് മടങ്ങി പോകുവാൻ അവരെ പ്രേരിപ്പിച്ചു. और मिस्र में लौट के जाने के लिए उन्हें प्रेरित किया। ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലിനെതിരെ വരുന്നതിന് അവരൊരു കാരണമായി തീർന്നു. और परमेश्वर का न्याय, परमेश्वर का क्रोध उनके ऊपर आया कर हम लोग देख सकते हैं। അത് മാത്രവുമല്ല, ദൈവത്തിന്റെ ജനമായി, വിശേഷതയുള്ള ജനമായി തനിച്ചു പാർത്തിരുന്ന ഈ ജനത്തെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ സമ്മിശ്ര ജാതി ഒരു കാരണമായി തീർന്നു. परमेश्वर के लिए एक डिस्टिंक्ट ग्रुप होकर खड़ा रहने वाला ये इस्राएल को परमेश्वर का उस डिस्टिंक्टनेस को हटाकर मिली जुली हुई लोगों के साथ मिलकर उनका वो डिस्टिंक्टनेस गया कर हम लोग देख सकते हैं। പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ആരാണ്? നമ്മൾ കർത്താവിന്റെ കരം മനസ്സിലാക്കി ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണോ, അതോ സമ്മിശ്ര ജാതിയെ പോലെ കൂട്ടത്തിൽ കൂടിയവരാണോ? मेरे प्रियो, आज रात हम लोग ये सोचे कि सच में खुदावंद यीशु को या खुदावंद को हम लोग जानकर प्रभु में आए हैं क्या, या चमत्कार छुटकारा हमारे कंफर्टेबल को देखकर, कंफर्ट को देखकर यीशु मसीह के नित्य प्रभु के पास आए हैं क्या? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ ഒരു അത്ഭുതമായിരിക്കാം നിങ്ങളെ യേശുവിലേക്ക് ആകർഷിച്ചത്. ഒരുപക്ഷെ മറ്റ് എന്തെങ്കിലും അസാധാരണമായ ഒരു വിഷയത്തെ ദൈവം, അസാധ്യമായ ഒരു വിഷയത്തെ ദൈവം സാധ്യമാക്കി തന്നതായിരിക്കാം. അങ്ങനെ എന്ത് കാരണവുമായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ അത്ഭുതത്തിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ, അതോ കർത്താവുമായി എനിക്കും നിങ്ങൾക്കും അഭേദ്യമായ ഒരു ബന്ധമുണ്ടോ? आपने शायद परमेश्वर ने आपके जीवन में एक छुटकारा दिया होगा, अद्भुत किया होगा, लेकिन आपका परमेश्वर के साथ का बंधन खाली वो छुटकारा तक ही है, या वाकई में प्रभु के पास हम लोग आए हैं क्या व्यक्तिगत तौर से? കർത്താവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ, അത്ഭുതമുണ്ടെങ്കിലും അത്ഭുതമില്ലെങ്കിലും, ജീവിതം സ്മൂത്ത് ആണെങ്കിലും അല്ലെങ്കിലും, ഇനി എൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിലും, എൻ്റെ ഉപജീവനത്തെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിലും, എന്നെ അത് ബാധിക്കുകയില്ല. കാര്യം കർത്താവുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് വലുത്. मेरा जीवन में उच्च नीचे होने दो, उतार चढ़ाव होने दो, मिले या नहीं मिले, दुख हो या खुशी हो, कुछ भी मुसीबत होने दो, लेकिन मेरा प्रभु के साथ का रिलेशन, बंधन, उसमें कोई भी चीज से टूट नहीं सकता, तोड़ नहीं सकता। ये समझ, ये कन्विक्शन हमारे अंदर है क्या? കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്ന പത്രോസും യോഹന്നാനും ഒക്കെ പറയുന്ന ചില വാക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലനായ പത്രോസ്, 2 Peter chapter 1:16 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഞങ്ങൾ നിർമ്മിത കഥകളെ ആധാരമാക്കിയല്ല പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. देखिए, यीशु मसीह के चेले लोगों ने बोला हुआ कुछ बातों को बोलकर मैं यहाँ पर अपना मैसेज को बंद करती हूँ। दूसरा पत्रोस 1 अध्याय, उसमें हम लोग देख सकते हैं कि पत्रोस किस तरह कहता है कि हमने आपको जो सुसमाचार सुनाया, ये कोई बनाई हुई कहानी नहीं है, बल्कि हमने अपनी आंखों से उस जलाल को, उस महिमा को देखा है कर पत्रोस कहता है। 1 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെയാ പറയുന്നേ: ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങൾ അടുത്തറിഞ്ഞ ജീവന്റെ വചനമെന്നാണ് എഴുതിയിരിക്കുന്നത്. 1 यूहन्ना 1 अध्याय उसका 1 वचन में यूहन्ना कहता है कि हमने जिसे ध्यान से देखा, हमने जिसके अपनी आंखों से देखा, हमने जिसे सुना, हम अपने हाथों से छुआ। मतलब एक पर्सनल एनकाउंटर यूहन्ना को हुआ, और उस संबंध को, बंधन को देख सकते हैं, ये यूहन्ना कहता है।